കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കേരളത്തിലുണ്ടായ അഭൂതപൂർവമായിട്ടുള്ള നേട്ടം ദേശീയ തലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ മുൻ അധ്യക്ഷനും അമിത്ഷാജിയും നിലവിലെ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ നിതിൻ നബീൻജിയും ഒക്കെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി ഭരിക്കുന്നതും അതുപോലെ തന്നെ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി.ജെ.പിക്കുണ്ടായ നേട്ടവും പരാമർശിക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് കഴിഞ്ഞ മാസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരികയും തിരുവനന്തപുരത്തെ പ്രവർത്തകരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും തിരുവനന്തപുരം വികസിത തിരുവനന്തപുരം എന്ന ബി.ജെ.പിയുടെ മുദ്രാവാക്യത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് കേരളത്തിലെ ജനപ്രതിനിധികളെ ബി.ജെ.പി ജനപ്രതിനിധികളെ പ്രതിനിധീകരിച്ച് ഡൽഹിയിലേക്ക് ഒരു യാത്ര പ്രധാനമന്ത്രിയുടെ താൽപ്പര്യപ്രകാരം ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപ്രകാരം ഈ 9-ാം തീയതി നാളെ കേരള എക്സ്പ്രസ്സിൽ കേരളത്തിലെ 115 ജനപ്രതിനിധികൾ തിരുവനന്തപുരം മേയർ, തിരുവനന്തപുരത്തെ ഡെപ്യൂട്ടി മേയർ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ചെയർമാൻ, വൈസ് ചെയർമാൻ, പാലക്കാട് മുനിസിപ്പാലിറ്റി ചെയർമാൻ, വൈസ് ചെയർമാൻ, കേരളത്തിൽ ബി.ജെ.പി വിജയിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ചില പഞ്ചായത്തുകളുടെ പ്രതിപക്ഷ നേതാക്കന്മാർ, അങ്ങനെ തുടങ്ങി 115 ജനപ്രതിനിധികൾ കേരള എക്സ്പ്രസ്സിൽ ഡൽഹിയിലേക്ക് യാത്ര പുറപ്പെടും. നാളത്തെ കേരള എക്സ്പ്രസ്സിലാണ് യാത്ര പുറപ്പെടുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിലാണ് ഈ ജനപ്രതിനിധികൾ ഡൽഹിയിലെ വിവിധ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്നത്. ഈ ജനപ്രതിനിധികളുടെ യാത്ര പോകുന്ന വഴിക്ക് കോയമ്പത്തൂർ, വിജയവാഡ, വാറങ്കൽ, നാഗപ്പൂർ, ഗോളിയോർ, ആഗ്ര, മധുര, ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ വൻപിച്ച സ്വീകരണങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ജനപ്രതിനിധികൾക്കുണ്ടാകും. അവിടുത്തെ മന്ത്രിമാർ, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്മാർ തുടങ്ങിയവർ അതാത് സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളെ സ്വീകരിക്കും. ഡൽഹി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ വരുന്ന ജനപ്രതിനിധികളെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് ദേശീയ നേതൃത്വം ഒരുക്കിയിരിക്കുന്നത്. അതുകൂടാതെ പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്ത് ശ്രീ നിതിൻ നബീൻ്റെ നേതൃത്വത്തിൽ, പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെ ഈ സംഘത്തെ അവിടെ സ്വീകരിക്കും. തുടർന്ന് അടുത്ത ദിവസം പാർലമെൻറ്റും രാഷ്ട്രപതി ഭവനും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി PM മ്യൂസിയവും കണ്ടതിന് ശേഷം വൈകുന്നേരം പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഈ ജനപ്രതിനിധികൾ ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ജനപ്രതിനിധികളുമായിട്ടുള്ള ഡിന്നർ ഉണ്ടാകും. അടുത്ത ദിവസം പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്ത് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ, ജനപ്രതിനിധികൾ എന്നിവർക്ക് വേണ്ടിയുള്ള ചില ശില്പശാലകൾ, അതോടൊപ്പം തന്നെ ചർച്ചാ സമ്മേളനങ്ങൾ എന്നിവ പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിന് ഞങ്ങൾ കേരളത്തിലെ ജനപ്രതിനിധികളുടെ ദില്ലി പ്രവാസ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. കേരളത്തിലെ ബി.ജെ.പിയുടെ മുന്നേറ്റത്തിന് അതോടൊപ്പം തന്നെ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾക്കും ഏറെ ശക്തി പകരുന്നതും ആത്മവിശ്വാസമുണ്ടാക്കുന്നതും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൻ്റെ ഭരണം തന്നെ ബി.ജെ.പിക്ക് ലഭിക്കുമെന്ന നിലയിലുള്ള വളരെ ആസൂത്രണത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും കൂടെ പ്രതീകമാണ് ഇത്തരത്തിലുള്ള ദില്ലി പ്രവാസ് യാത്ര. ഈ യാത്രയ്ക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ് നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം തന്നെ ബി.ജെ.പി ഭരിക്കുന്ന കോർപ്പറേഷനുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും മേയർമാർ, ഡെപ്യൂട്ടി മേയർ, അതുപോലെ തന്നെ ചെയർമാൻമാർ, വൈസ് ചെയർമാൻമാർ എന്നിവർ ഇതിന് നേതൃത്വം നൽകും. ഈ സംരംഭത്തിന് എല്ലാവരുടെയും പിന്തുണ ബി.ജെ.പി അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്, പിന്നെ ചോദ്യം വിട്ടയച്ചിട്ടുണ്ട്. എവിടേക്കാണ് ഈ അന്വേഷണം പോകുന്നത്?
ഞങ്ങൾ ആദ്യം മുതൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ SIT അന്വേഷണം നമുക്കറിയാം. SITയുടെ ഇപ്പോഴത്തെ അന്വേഷണത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വാചകത്തിൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കും. ശബരിമല SIT ചത്തു, UDF LDF കുറുവാ സംഘം അതിനെ കൊന്നു. ഇതാണ് വാസ്തവം. കാരണം ഈ SIT എന്തിനു വേണ്ടിയിട്ടാണോ ഈ SIT രൂപീകരിച്ചത്, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർണ്ണമാക്കുന്നതിൽ ഈ SITക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിലെ പ്രതികളെല്ലാവരും ബെയിൽ വാങ്ങി പുറത്തിറങ്ങുന്നതിൽ നിന്ന് കൃത്യമായി വ്യക്തമാവുന്നു. ഒരു നല്ല വാട്ടർ ടൈറ്റ് കേസ് ഉണ്ടാക്കി ശബരിമല കൊള്ള നടത്തിയ ആളുകളെ, ഈ പറഞ്ഞ UDF LDF കുറുവാ സംഘത്തെ, അവരെ കൃത്യമായി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ SITക്ക് സാധിക്കുമായിരുന്നെങ്കിലും SITയെ കൊണ്ട് അത് സാധിച്ചില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ ആദ്യം മുതൽ തന്നെ ആവശ്യപ്പെടുന്നത് SITയെ കൊണ്ട് ഈ അന്വേഷണം സമഗ്രമായ രീതിയിൽ നടത്താൻ സാധ്യമല്ല. SITയെ കൊണ്ട് ഈ കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും ഇതിൽ ഒരു കേന്ദ്ര അന്വേഷണം വരണം എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു. അടൂർ പ്രകാശിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് ആദ്യമേ ആലോചിക്കണം. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, അടൂർ പ്രകാശം അടക്കമുള്ളവർ, ആൻ്റണി അടക്കമുള്ളവർ ഡൽഹിയിൽ കൊണ്ടുപോയി ഈ പോറ്റി അടക്കമുള്ളവരെ സോണിയാഗാന്ധിയും മറ്റുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് അവർക്കതിൽ പങ്കുണ്ട് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ SITയുടെ ചോദ്യം ചെയ്യലിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒന്നായി മാറുമോ എന്നുള്ള ആശങ്ക ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഈ പറയുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ നിയമത്തിൻ്റെ മുമ്പിലെത്തിക്കാൻ ഈ SITക്ക് സാധിക്കുമോ എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അതുകൊണ്ട് തീർത്തും ഈ അന്വേഷണത്തിൽ ആർക്കും യാതൊരു തരത്തിലുള്ള വിശ്വാസവുമില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുകയാണ്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് UDF LDF കുറുവാ സംഘം അതിനെ നിയമത്തിൻ്റെ മുമ്പിൽ എത്തിച്ച് അവർക്ക് തക്കതായ ശിക്ഷ നേടിക്കൊടുത്ത് ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു സമഗ്രമായ അന്വേഷണം ഒരു കേന്ദ്ര ഏജൻസി തന്നെ ചെയ്യണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇന്നലെയും ഇന്നുമായി ഞങ്ങളുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ നിതിൻ നബീൻ അദ്ദേഹം കേരളത്തിൽ വളരെ വിശദമായിട്ട് ഉള്ള ചില ചർച്ചകളും സംഘടനാ തലത്തിലുള്ള നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് പോയിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹം എറണാകുളത്തായിരുന്നു. എറണാകുളത്ത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവുമായിട്ടുള്ള ഒരു യോഗമുണ്ടായിരുന്നു. അതിനുശേഷം പാർട്ടിയുടെ സംസ്ഥാന കോർ ഗ്രൂപ്പിൻ്റെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ആ യോഗത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പിനെ സംബന്ധിച്ചും അതിനുവേണ്ടിയുള്ള മറ്റ് നടപടിക്രമങ്ങളെ സംബന്ധിച്ചുമുള്ള ഒരു വ്യക്തമായിട്ടുള്ള രൂപം ഇന്നലെ നടന്ന നേതൃയോഗത്തിലും അതിനുശേഷം കൂടിയ കോർ യോഗത്തിലും BJPക്ക് എടുക്കാൻ സാധിച്ചു. ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ അദ്ദേഹം ചുമരെഴുത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് തൃശ്ശൂർ ജില്ലയിലെ പരിപാടികൾക്ക് ആരംഭം കുറിച്ചത്. അതുപോലെ തന്നെ അതിനുശേഷം തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ അസംബ്ലിയിലെ പാർട്ടിയുടെ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. കേരളത്തിൽ BJP തെരഞ്ഞെടുപ്പിന് സർവ്വസജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. BJPക്ക് രാഷ്ട്രീയമായും സംഘടനാപരമായും ഏറെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശബരിമല കൊള്ളയും ജമായത്ത് ഇസ്ലാമിക്ക് അടിമവേല ചെയ്യുന്നവരുമായിട്ടുള്ള ഇടത് വലത് മുന്നണികൾക്കെതിരെ അതിശക്തമായിട്ടുള്ളൊരു ജനവികാരമുണ്ട്. ഇന്നലകളിൽ ആ ജനവികാരം ഭരിക്കുന്ന മുന്നണിക്ക് എതിരായിട്ടുള്ള ജനവികാരം ഔദ്യോഗിക പ്രതിപക്ഷത്തിനാണ് ഗുണം ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയം മാറുകയാണ്. ഭരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും ഒന്നായിട്ട് മാറുമ്പോൾ, ഒരുപോലെയുള്ള കുറുവാ സംഘമായിട്ട് മാറുമ്പോൾ, ഒരുപോലെ ജമായത്ത് ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും അവരുടെ പാദസേവകരായിട്ട് മാറുമ്പോൾ കേരളത്തിലെ ജനത മാറി ചിന്തിക്കുന്നു. ആ മാറി ചിന്തിക്കുന്നത് BJPക്ക് അനുകൂലമായിട്ട് മാറും, NDAക്ക് അനുകൂലമായിട്ട് മാറുമെന്നുള്ള വിലയിരുത്തലാണ് പാർട്ടിയുടെ നേതൃത്വത്തിനുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ്
BJP കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് BJP കാണുന്നത്. അത്രയും ഗൗരവത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും ആ രീതിയിലുള്ള നേട്ടം തന്നെ ഞങ്ങൾക്കുണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നു. ഇന്നലത്തെ യോഗത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ അതാത് സമയത്ത് മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കാം. എന്തായാലും വളരെ വൈകാതെ പാർട്ടി തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രമേ ഈ സമയത്ത് പറയാൻ സാധിക്കൂ.